കൊല്ലം ജില്ലയിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് ജില്ലാ കളക്ടർ ആനി ജൂലി തോമസ്. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ഗതാഗതക്കുരുക്കിനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ സാഹചര്യം കണക്കിലെടുത്താണ് നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതെന്ന് കളക്ടർ പറഞ്ഞു. പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ബന്ധപ്പെട്ടവരുമായി ചർച്ച നടത്തിയതിനു ശേഷമാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മഴക്കാലം വരുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങി ഇത് കുറച്ചും കൂടെ മോശമാകത്തെയുള്ള അവസ്ഥ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഇന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പക്ഷേ പൊതുജനങ്ങളിൽ നിന്ന് കുറച്ച് പ്രൊട്ടസ്റ്റ് ഇതിനകത്ത് ഉള്ളത് കൊണ്ട് ഹൈവേക്ക് അത് കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് കുറച്ചൊരു ആശങ്കയുണ്ട്. പക്ഷെ ആവശ്യമായ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് അത് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കരിക്കോട്, കുറ്റിച്ചിറ എന്നിവിടങ്ങളിൽ വ്യാപാര വാഹനങ്ങൾക്ക് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കൊമേഴ്സ്യൽ വാഹനങ്ങൾ രാവിലെ 8:30 മുതൽ 10 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 5 വരെയുള്ള സമയത്ത് ആ വാഹനങ്ങൾക്ക് ഒരു ചെറിയ നിയന്ത്രണം നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ടൈമിൽ മാത്രമാണ് നിയന്ത്രണം. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്തും വൈകിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന സമയം മാത്രമാണ് ഈ നിയന്ത്രണം. അതാണ് വരുത്തിയിരിക്കുന്നത്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെയും ആർട്സ് കോളേജിലെയും പാർക്കിംഗ് നിയന്ത്രിക്കും. റോഡിന്റെ വശങ്ങളിലുള്ള തട്ടുകളുടെ പ്രവർത്തന സമയത്തിൽ വൈകിട്ട് 3:30 മുതൽ 5:30 വരെ നിയന്ത്രണം ഏർപ്പെടുത്തും. കരിക്കോട് ജംഗ്ഷനിലെ TKM ആർട്സ് കോളേജ്, TKM എഞ്ചിനീയറിംഗ് കോളേജ് വരെയുള്ള റോഡ് സൈഡിലെ പാർക്കിംഗ്, ഇരുവശത്തുമുള്ള പാർക്കിംഗ് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒപ്പം റോഡ് സൈഡിൽ പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ ഒരുപാട് തട്ടുകടകളും ഉന്തുവണ്ടി പോലെയുള്ള ഇതിൽ ഉപയോഗിക്കുന്ന ഒരുപാട് കടകളുണ്ട്. ഈ ഒരു സമയത്ത് 3:30 തൊട്ട് 5 വരെയുള്ള സമയത്ത് മാത്രം ഈ കടകൾക്ക് ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്ന് എൻഷുർ ചെയ്തുകൊണ്ടാണ് ആ പർട്ടിക്കുലർ ടൈമിലേക്ക് മാത്രം നമുക്ക് ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായിട്ട് മാത്രം നടത്തുന്നുള്ള ഒരു അറേഞ്ച്മെന്റ് ആണത്. എല്ലാ സ്കൂളുകളിലും 2 ട്രാഫിക് സ്ക്വാഡുകളെ നിയമിക്കും. കല്ലുതാഴത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ കൂടുതൽ പോലീസുകാരെ നിയമിക്കും. ഹൈവേ അതോറിറ്റി നമ്മളൊരു റാപ്പിഡ് ഒരു ടീം പിന്നെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും എമർജൻസി ഈ കാലയളവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ 2 ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവർ എൻഷുർ ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷനും ഡെയിലി ബേസിസ് നമ്മുടെ എഞ്ചിനീയേഴ്സും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം അത്തരം കണ്ടിജൻസീസ് ഒഴിവാക്കാനുള്ള നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് കുണ്ടറയിലേക്കും തിരിച്ചുമുള്ള ബസ് സ്റ്റോപ്പ് ഒരേ നിരയിലായതിനാൽ കുണ്ടറയിലെ ബസ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് നീക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായും കളക്ടർ പറഞ്ഞു. കൊല്ലത്തുനിന്ന് കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പും തിരിച്ചു വരുന്ന ബസ് സ്റ്റോപ്പും രണ്ടും പാരലലിയാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. അത് അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളത് സ്ഥലം വിസിറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ കുണ്ടറ ഭാഗത്തേക്കുള്ള ബസ് സ്റ്റോപ്പ് അല്പം കൂടെ മുന്നോട്ട് നീക്കി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കുണ്ടറ ഭാഗത്തെ ബസ് സ്റ്റോപ്പ് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും ഗതാഗത കുരുക്കിനെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയാണ്. ഈ 3 കാര്യങ്ങളും എൻഷുർ ചെയ്യാനുള്ള ചുമതല നമ്മൾ RTOയ്ക്ക് നൽകിയിട്ടുണ്ട്. സ്കൂളുകളിലെ പ്രൈവറ്റ് ബസ്സുകൾ കുട്ടികളെ സ്കൂളിന് പുറത്തിറക്കുന്നത് ഗതാഗതക്കുരുക്കിന് വഴിയൊരുക്കുന്നുണ്ട്. ഈ ബസ്സുകൾ സ്കൂളിലേക്ക് കയറ്റി കുട്ടികളെ ഇറക്കാനുള്ള നിർദ്ദേശം നൽകി. 3 മാസത്തേക്കാണ് നിയന്ത്രണങ്ങൾ. വെള്ളക്കെട്ടുകൾ രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ തഹസീൽദാറുമാരുമായി ചർച്ച ചെയ്ത നടപടി സ്വീകരിക്കും. ദേശീയപാതയുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടായാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നഷ്ടപരിഹാരം നൽകുമെന്നും നാഷണൽ ഹൈവേ അതിനായി 10 കോടി രൂപ നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.